ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും ഇന്ത്യ സർക്കാരുകൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിജയവാഡയിലെ കേസരപിള്ള IT പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. ഒഡീഷയിൽ മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഭുവനേശ്വറിലെ ജനതാ മൈതാനിൽ നടക്കുന്ന ചടങ്ങിൽ വൈകിട്ട് ഏകദേശം 4:30 സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇരു ചടങ്ങുകളിലും പങ്കെടുക്കും. ഇവരുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, അല്പസമയത്തിനകം തന്നെ ഏകദേശം എനിക്ക് ഒരു 11:30 തന്നെയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുള്ളത്. വൈകിട്ടാണ് ഭുവനേശ്വറിലെ സത്യപ്രതിജ്ഞയും. ഈ രണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പങ്കെടുക്കുന്നുണ്ടല്ലേ? സുരേഷ്, രാവിലെ 11:27 അമരാവതിക്ക് സമീപമുള്ള പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. കൂട്ടത്തിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും സഖ്യകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും നടക്കും. പിന്നീടാകും നിയമസഭയിൽ പൂർണ്ണമായി MLA-മാരടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള BJP-യുടെ മുതിർന്ന നേതാക്കൾ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുന്നു. ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആന്ധ്രാപ്രദേശിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ വസതിയിൽ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. 10:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വേദിയിലേക്ക് എത്തും. 11:27 ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം 12:45 അദ്ദേഹം ഒഡീഷയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പങ്കെടുക്കുവാൻ ഭുവനേശ്വറിലേക്ക് പോകും. ഈ TDPയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ വിജയം, വലിയ നേട്ടമുണ്ടാക്കാൻ TDP, BJP, ജനസേന സഖ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 135 സീറ്റുകളിൽ TDPക്ക് നേടാനായി, 11 സീറ്റുകൾ ജനസേന പാർട്ടിക്ക് നേടാനായി, 8 സീറ്റുകൾ BJP നേടാനായി. വലിയ പരാജയമാണ് അവിടെ YSR കോൺഗ്രസ് നേരിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ NDA സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം 24 വർഷം നീണ്ടുനിന്ന ബിജു ജനതാദൾ ഭരണത്തിനാണ് BJP അന്ത്യം കുറിച്ചത്. അവിടെ BJPക്ക് 78 MLA-മാരുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. BJP അവിടെ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുന്നു. 2000-ലും 2004-ലും അവിടെ ബിജു ജനതാദളിനൊപ്പം BJP ഭരണത്തിലുണ്ടായിരുന്നു. അതേസമയം പിന്നീട് ബിജു ജനതാദളിൻ്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് BJP മുന്നണി വിടുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും BJPക്ക് ആദ്യമായി ഒഡീഷ ഒറ്റയ്ക്ക് ഭരിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, തീരദേശ സംസ്ഥാനങ്ങളിൽ BJPക്ക് ആദ്യമായി ഭരണം ലഭിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ BJPക്ക് മറ്റ് സഖ്യകക്ഷികളുടെ പിന്തുണ ആവശ്യമില്ല. അവിടെ BJPക്ക് ഒറ്റയ്ക്ക് ഭരണം നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ വനവാസി മേഖലയിൽ നിന്നുമുള്ള മുതിർന്ന നേതാവ് മോഹൻ ചരൺ മാഞ്ചിയെയാണ് അവിടെ മുഖ്യമന്ത്രിയായി BJP ഘടകം നിശ്ചയിച്ചത്. രാജ്നാഥ് സിംഗിൻ്റെയും ഭൂപേഷ് യാദവും നിരീക്ഷകരായി എത്തിയ യോഗത്തിൽ ഇന്നലെയായിരുന്നു മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിമാരെയും പ്രഖ്യാപിച്ചത്. 2 ഉപമുഖ്യമന്ത്രിമാരാണ് കനകവർദ്ധൻ സിംഗ് ദിയോയും അതേപോലെ തന്നെ പ്രഭതി പരിതയുമാണ് ഒഡീഷയിലെ ഉപമുഖ്യമന്ത്രിമാരായി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ഒരു വനിതാ ഉപമുഖ്യമന്ത്രി സ്വാഭാവികമായും ഭാരതത്തിൻ്റെ നാരീശക്തി എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒഡീഷയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഭുവനേശ്വറിൽ വൈകുന്നേരം 4:30 ആരംഭിക്കുന്നത്. അവിടെയും പ്രധാനമന്ത്രിയെ കൂടാതെ BJPയുടെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. സുരേഷ്.